ഇന്നത്തെ വീഡിയോ സ്റ്റേറ്റ് സിലബസ് 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പേഴ്സ് ഓഫ് ഇക്വേഷൻസ് സമവാക്യ ജോഡികൾ എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഈ ചാപ്റ്ററിലെ 6ാമത്തെ വീഡിയോ ആണ്. മുമ്പത്തെ വീഡിയോയിൽ മുമ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് 2 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilograms ഓഫ് ആപ്പിൾ ഈസ് 520 rupees, 520 രൂപ. The price of 3 kilograms of orange and 2 kilograms of apple is 480 rupees. What is the price of each? 2 കിലോ ഓറഞ്ചിൻ്റെയും 3 കിലോ ആപ്പിളിൻ്റെയും ആകെ വില 520 രൂപയാണ്. 3 കിലോ ഓറഞ്ചും 2 കിലോ ആപ്പിളിനും കൂടി 480 രൂപയാണ്. ഓരോന്നിൻ്റെയും വില എത്ര ചെയ്ത് നോക്കാം. നമുക്ക് ഓറഞ്ചിൻ്റെ പ്രൈസിനെ ഈക്വൽ ടു എക്സ് എന്നും ആപ്പിളിൻ്റെ പ്രൈസിനെ വൈ എന്നും വിചാരിക്കാം. ദ പ്രൈസ് ഓഫ് 2 kilograms ഓഫ് ഓറഞ്ച്, അപ്പോൾ 2x പ്ലസ് 3 kilograms ഓഫ് ആപ്പിൾ, അപ്പോൾ 3y ഈക്വൽ ടു 520 രൂപയാണ്. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നെടുത്തു. ഇനി പ്രൈസ് ഓഫ് 3 kilograms ഓഫ് ഓറഞ്ച്, അതായത് ഓറഞ്ചിൻ്റെ വില എക്സ് ആണ്, അപ്പോൾ 3x പ്ലസ് 2 kilogram ഓഫ് ആപ്പിൾ, ആപ്പിളിൻ്റെ വില y ആണ്, അപ്പോൾ 2y ഈക്വൽ ടു 480 rupees ആണ്, 480 രൂപ. ഇക്വേഷൻ നമ്പർ 2 എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് 2 ഇക്വേഷൻ കിട്ടി. പക്ഷേ ഇതിനെ നമുക്ക് എലിമിനേഷൻ മെത്തേഡിൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലല്ല ഉള്ളത്. കാരണം ഇവിടെ എക്സിൻ്റെയോ വൈയുടെയോ കോയിഫിഷ്യൻ്റ് ഒന്നും ഒരുപോലെ അല്ല ഉള്ളത്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരുപോലെ ആക്കിയാൽ നമുക്ക് കൂട്ടിയോ കുറച്ചോ, ഇതിപ്പോൾ എല്ലാം പ്ലസ് ആണ്, അതുകൊണ്ട് കുറച്ച് തന്നെ മാറ്റണം. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ് അല്ലെങ്കിൽ വൈ ഏതെങ്കിലും ഒന്നിനെ മാത്രമുള്ള ഇക്വേഷൻ ആക്കി അപ്പോൾ 1 വേരിയബിൾ ഇക്വേഷൻ കിട്ടും. അതിനെ സോൾവ് ചെയ്ത് എക്സിൻ്റെയോ വൈയുടെയോ ഒരെണ്ണത്തിൻ്റെ വില കണ്ടുപിടിച്ച് ആ വാല്യൂ എടുത്ത് ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അടുത്ത വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 2ഉം 3ഉം ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് മാറ്റാൻ പറ്റും. അത് നമ്മൾ എക്സിനെ തന്നെ മാറ്റാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു 3 ചെയ്യുന്നു. അതായത് ഇക്വേഷൻ നമ്പർ 1നെ 3 കൊണ്ടും അതുപോലെ ഇക്വേഷൻ നമ്പർ 2നെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 2 ഇൻറ്റു 3 നമുക്ക് 6 കിട്ടും. അതുപോലെ ഇവിടെ 3 ഇൻറ്റു 2 അതും 6 കിട്ടും. അപ്പോൾ നമുക്ക് എക്സിനെ ഒഴിവാക്കാൻ പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയുള്ള വാല്യൂവിൽ മാറ്റം വരും, അത് വന്നോട്ടെ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഇക്വേഷൻ നമ്പർ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ഇൻറ്റു 2x, അതായത് 6x പ്ലസ് 3 ഇൻറ്റു 3y, അതായത് 9y ഈക്വൽ ടു 520 നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 1560 എന്ന് കിട്ടുന്നു. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് പേര് കൊടുത്തു. ഇനി ഇക്വേഷൻ നമ്പർ 2നെ ഇൻറ്റു നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 ഇൻറ്റു 3x നമുക്ക് 6x കിട്ടി, പ്ലസ് 2 ഇൻറ്റു 2y 4y ഈക്വൽ ടു 480നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 960 കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഇക്വേഷൻ നമ്പർ 3യിൽ നിന്നും ഇക്വേഷൻ നമ്പർ 4 മൈനസ് ചെയ്താൽ 6xൽ നിന്ന് 6x പോയി, അപ്പോൾ എക്സ് എന്നുള്ള വാല്യൂ എലിമിനേറ്റ് ആയി, ആ വേരിയബിൾ നമുക്ക് ഇവിടുന്ന് പോയി. ഇനി 9y മൈനസ് 4y, 9 4 കുറച്ചു 5, അപ്പോൾ 5y ഈക്വൽ ടു 1560 നിന്നും 960 കുറയ്ക്കുന്നു, നമുക്ക് 600 എന്ന് കിട്ടി. therefore y ഈക്വൽ ടു 600/5. ഇവിടെ y ഈക്വൽ ടു 600/5, അത് 120 എന്ന് കിട്ടുന്നു. ഇനി ഈ വൈയുടെ വാല്യൂ ഇതിലുള്ള ഏറ്റവും എളുപ്പമുള്ള ചെറിയൊരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്കിവിടെ ഇക്വേഷൻ നമ്പർ 1ൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 2x പ്ലസ് 3y ഈക്വൽ ടു 520 ആണ്. ഇതിൽ നമ്മുടെ വൈയുടെ വാല്യൂ കൊടുക്കാം. അപ്പോൾ 2x പ്ലസ് 3 ഇൻറ്റു 120 ഈക്വൽ ടു 520 ആണ്. അപ്പോൾ 2x പ്ലസ് 3 ഇൻറ്റു 120 360 ഈക്വൽ ടു 520 എന്ന് കിട്ടുന്നു. ഇനി 2x ഈക്വൽ ടു ഇവിടെയുള്ള 520 അവിടെ എഴുതി, മൈനസ് ഇവിടെയുള്ള 360നെ
നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇവിടെ 360 പോസിറ്റീവ് ആണ്, റൈറ്റ് സൈഡിൽ വരുമ്പോൾ അത് മൈനസ് ആവും, കുറയ്ക്കാനാവും. അപ്പോൾ 360 ഈക്വൽ ടു 160 എന്ന് കിട്ടുന്നു. Therefore, x ഈക്വൽ ടു 160 ഡിവൈഡ് ബൈ 2, 160/2 ഈക്വൽ ടു 80 നമുക്ക് കിട്ടുന്നു. നമുക്ക് x ഈക്വൽ ടു 80 എന്ന് കിട്ടി. അതുപോലെ y ഈക്വൽ ടു നമുക്ക് നേരത്തെ 120 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓറഞ്ച് ഈക്വൽ ടു 80 rupees എന്നും പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ആപ്പിൾ ഈക്വൽ ടു 120 rupees എന്നും ആൻസർ കിട്ടി. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ വയർ 1 meter long is cut into 2 pieces, one of which is bent into a square and the other into an equilateral triangle. 3 times the side of the square and 2 times the side of the equilateral triangle makes 71 centimeters. What are the lengths of the pieces? 1 മീറ്റർ നീളമുള്ള ഒരു വയർ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. വൺ ഓഫ് വിച്ച് ഈസ് ബെൻഡ് ഇൻ ടു എ സ്ക്വയർ. അതിൽ ഒരു പീസിനെ വളച്ച് നമ്മളൊരു സ്ക്വയർ ഉണ്ടാക്കി. അതുപോലെ അടുത്ത പീസിനെ വളച്ച് ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കി. ഇനി അവ തമ്മിലുള്ള റിലേഷൻ 3 times the sides of the square and 2 times the sides of the equilateral triangle. അതായത് സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ 3 മടങ്ങും അതുപോലെ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ 2 മടങ്ങും 2 times the side of the equilateral triangle makes 71 centimeters. ഇത് കൂട്ടിയാൽ നമുക്ക് 71 സെൻറ്റിമീറ്റർ കിട്ടും. വാട്ട് ആർ ദ ലെൻസ് ഓഫ് ദ പീസസ്. അപ്പോൾ ആദ്യമുള്ള ആ 1 മീറ്ററുള്ള പീസിനെ എങ്ങനെ എത്രയായിട്ട് എത്ര അളവിൽ മുറിച്ചു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കിവിടെ ലെന്ത് ഓഫ് ദ പീസസ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ എന്നെടുക്കാം. അപ്പോൾ ഇവിടെ 1 മീറ്റർ നീളമുള്ള ഒരു വയറായിരുന്നു കട്ട് ചെയ്തത്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 മീറ്റർ ആണ്. നമുക്കിത് കട്ട് ചെയ്ത് ചെറുതാക്കിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ എടുക്കുന്നതായിരിക്കും എളുപ്പം. അതുകൊണ്ട് ഞാൻ 100 സെൻറ്റിമീറ്റർ 100 എന്നെടുത്തു. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി ഇവിടെ വെച്ചു. ഇനി ഇപ്പോൾ സ്ക്വയർ ഉണ്ടാക്കിയത് ഈ എക്സ് എന്ന നീളം വെച്ചിട്ട് ആ പീസ് വെച്ചിട്ടാണെന്നും ഈക്വലായിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കിയത് വൈ എന്നുള്ള പീസ് വെച്ചാണ് എന്ന് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അപ്പോൾ വൺ സൈഡ് ഓഫ് സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണ് ആകെ നീളം. ഒരു സ്ക്വയറിന് തുല്യമായ 4 സൈഡ് ആണ് ഉള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനെ x/4 എന്ന് എടുത്തു. അതുപോലെ വൺ സൈഡ് ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ലെന്ത് y ആണ്. y ഡിവൈഡ് ബൈ അപ്പോൾ ഈക്വലായിട്ട് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈക്വലായ 3 സൈഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ y/3 എന്ന് എടുത്തു. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 3 times the side of the square. അപ്പോൾ 3 into x/4. 2 times the side of the equilateral triangle. അപ്പോൾ 2 into y/3 ഈക്വൽ ടു അത് 71 എന്ന് പറഞ്ഞിട്ടുണ്ട്. 71 സെൻറ്റിമീറ്റർ എന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് 1 മീറ്റർ എന്നുള്ളതിന് നമ്മൾ ആദ്യം തന്നെ സെൻറ്റിമീറ്ററിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിലും എളുപ്പം നമുക്ക് സെൻറ്റിമീറ്റർ ചെയ്യുന്നതാണ്. കാരണം ഇതിനെ 1 മീറ്ററിനെ വീണ്ടും ഭാഗിക്കുവാണ്. അപ്പോൾ നമ്മൾ മീറ്റർ ചെയ്താൽ അവിടെ ഫ്രാക്ഷനോ ഡെസിമലോ വരും. നമുക്ക് ചെയ്യാൻ എളുപ്പം ഇത് തന്നെയായിരിക്കും. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള പല കണക്കുകൾ ചെയ്യുമ്പോഴും പലർക്കും പറ്റുന്ന അബദ്ധം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ 1 മീറ്റർ എന്നത് 1 മീറ്റർ ഇട്ടങ്ങ് ചെയ്യും. മറ്റൊരു വാല്യൂ എന്തെങ്കിലും കൊടുത്തിരിക്കുന്നത് സെൻറ്റിമീറ്ററിലായിരിക്കും. അപ്പോൾ ഈ യൂണിറ്റുകൾ ഒരേപോലെ ആക്കാതെ ചെയ്യും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ചെയ്തു വരുമ്പോൾ അങ്ങനെയുള്ള അബദ്ധം പറ്റാറുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എന്താണ് ചെയ്യുന്നതെങ്കിലും മീറ്ററിലാണെങ്കിൽ എല്ലാം മീറ്റർ ചെയ്യുക, സെൻറ്റിമീറ്ററിലാണെങ്കിൽ എല്ലാം സെൻറ്റിമീറ്റർ ചെയ്യുക. പലർക്കും അറിയാവുന്നവർക്ക് തന്നെ ചിലപ്പം പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ തെറ്റ് പറ്റാറുണ്ട്. ഇവിടെ നമ്മൾ 1 മീറ്റർ എന്നുള്ള എളുപ്പത്തിൽ സെൻറ്റിമീറ്ററിൽ 100 സെൻറ്റിമീറ്റർ ആക്കിയാണ് ചെയ്തത്. പക്ഷെ നമുക്ക് കിട്ടുന്ന ആൻസറും 71, അതും ഉള്ളത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഇവിടെ മീറ്ററിലിട്ട് ചെയ്താൽ ഇതിനെ നമ്മൾ 71നെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അതിലൊക്കെ എളുപ്പം ആദ്യം തന്നെ 1 മീറ്റർ 100 സെൻറ്റിമീറ്ററിലാക്കി. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, x+y കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എക്സും വൈയും ഉൾപ്പെടുന്ന ഈ ഫ്രാക്ഷനൊക്കെ മാറ്റി കിട്ടുന്ന ഒരു ഇക്വേഷനാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ
നമുക്കിതിനെ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. അതായത് 3x/4 പ്ലസ് 2y/3 ഈക്വൽ ടു 71. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ ഒരു 4 കിടപ്പുണ്ട്, ഇവിടെ ഒരു 3 കിടപ്പുണ്ട്. ഇത് മാറിയെങ്കിലേ നമുക്ക് ഇക്വേഷൻ നല്ലൊരു ഫോമിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഈ 4ൻ്റെയും 3യുടെയും കൊണ്ട് നമ്മൾ ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇക്വേഷനെ മൊത്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. LCM എന്ന് കണ്ട് പേടിക്കൊന്നും വേണ്ട. ഈ 4നെയും 3നെയും 4 കൊണ്ടും 3 കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ചെറിയ ക്ലാസ്സിൽ പഠിച്ച പോലെ ഇനി 4ഉം 3യും എടുത്ത് LCM കണ്ടുപിടിക്കണോ എന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ 4നെയും 3നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ, അല്ലെങ്കിൽ 4ൻ്റെയും 3യുടെയും കോമൺ മൾട്ടിപ്പിൾ, അത് 12 ആണ് നമുക്കറിയാം. മനസ്സിൽ തന്നെ കണക്ക് കൂട്ടാം. അത് ശരിക്കും LCM തന്നെയാണ്. അപ്പോൾ LCM എന്നൊരു ടേം വിചാരിച്ച് പേടിക്കണ്ട. അപ്പോൾ ഞാൻ ഈ 12 കൊണ്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒരു ഇക്വേഷനെ നമ്മൾ കഴിഞ്ഞ കണക്കിലും ചെയ്തു. ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷന് വാല്യൂവിന് യാതൊരു മാറ്റം വരില്ല. എല്ലാ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ 12 ഇൻറ്റു 3x/4 പ്ലസ് 12 ഇൻറ്റു 2y/3 ഈക്വൽ ടു 12 ഇൻറ്റു 71. ഇവിടെ നമുക്ക് 12നെയും 4നെയും കട്ട് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ 12 എടുത്തത്. ഇവിടെ 4 ഇൻറ്റു 3 ആണ് 12. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു ഇവിടെ 3 കിട്ടി. ഈ 4നെയും 12നെയും കട്ട് ചെയ്ത് ഇവിടെ 3 കിട്ടി. അപ്പോൾ 3 ഇൻറ്റു 3 നമുക്ക് 9x പ്ലസ് ഇവിടെ ഈ 3നെയും 12നെയും കട്ട് ചെയ്ത് 4 കിട്ടി. അപ്പോൾ ഇവിടെ 4 വരും. 4 ഇൻറ്റു 2 8. 8y ഈക്വൽ ടു 12 ഇൻറ്റു 71 മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് 852 എന്ന് കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 കിടക്കുന്നത് x പ്ലസ് y ഈക്വൽ ടു 100 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഒരേപോലെ വേരിയബിൾ ഒന്നുമില്ല. അപ്പോൾ നമുക്കത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 1നെ 1 ഇൻറ്റു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 9x ആയി. 9x പ്ലസ് 9y ഈക്വൽ ടു 100 ഇൻറ്റു 9, 900 എന്ന് കിട്ടി. അതിനെ ഇക്വേഷൻ നമ്പർ 3 എന്നെടുത്തു. ഇനി നമുക്ക് എക്സിനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വലിയ ഇക്വേഷൻ തേർഡ് ഇക്വേഷനാണ് വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ചാൽ നമുക്ക് എക്സ് പോകും, പിന്നെ നമുക്ക് y മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 മൈനസ് 2, 1 അല്ല 2, 9x മൈനസ് 9x നമുക്ക് പോയി. ഇനിയുള്ളത് 9y മൈനസ് 8y ആണ്. അപ്പോൾ y ഈക്വൽ ടു 900 മൈനസ് 852 നമുക്ക് 48 എന്ന് കിട്ടി. y ഈക്വൽ ടു 48 നമുക്ക് ആൻസർ കിട്ടി. ഇനി വൈയുടെ വാല്യൂ നമുക്ക് എളുപ്പമുള്ളൊരു ഇക്വേഷൻ നമ്പർ 1ൽ തന്നെ കൊടുക്കാം. അതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 എഴുതാം. x പ്ലസ് y ഈക്വൽ ടു 100 ആണ്. x പ്ലസ് 48 ഈക്വൽ ടു 100. അപ്പോൾ x ഈക്വൽ ടു 100 മൈനസ് 48, x ഈക്വൽ ടു 52 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 52 എന്നും സെൻറ്റിമീറ്റർ എന്നും y ഈക്വൽ ടു 48 സെൻറ്റിമീറ്റർ എന്നും കിട്ടി. അപ്പോൾ ഈ 52ഉം 48ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 100 കിട്ടും, 1 മീറ്റർ കിട്ടും. അപ്പോൾ ലെങ്ത് ഓഫ് ദ പീസസ് ഈക്വൽ ടു 52 സെൻറ്റിമീറ്റർ ആൻഡ് 48 സെൻറ്റിമീറ്റർ.